ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് നല്ലൊരു അടിപൊളി വീടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 7.8 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. 5 മീറ്റർ വീതിയുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് 7.8 കിലോമീറ്ററും ഇടപ്പള്ളി ഭാഗത്തേക്ക് 12 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നമുക്ക് തൊട്ടടുത്തുള്ള ഒരു മെട്രോ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ കുസാറ്റ് മെട്രോ സ്റ്റേഷൻ ആണ്. 9.6 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ ആലുവയാണ്. 8.4 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു 5 മീറ്റർ വൈഡ് ആയിട്ടുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന ടാർ റോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് ഫേസ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന വില്ലകൾക്ക് ആവശ്യക്കാർ ഒരുപാടാണ്. അതുപോലെ വളരെ ഭംഗിയായിട്ട് ബോക്സി ആൻഡ് കണ്ടംപററി ഒരു ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഒരു എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് മതിൽ വരുന്നത്. ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മെയിൻ പില്ലറുകളിൽ വന്നിട്ട് 2 ഷോലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. മതിലുകളിലൊക്കെ നോക്കുവാണെങ്കിൽ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. വീടിന്റെ നിങ്ങൾ ടോട്ടലി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ള മാച്ചിങ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള പെയിന്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. നമ്മൾ അധികം ഒന്നും കാണാത്ത ഒരു പെയിന്റിങ്ങും എലിവേഷനും എല്ലാം ആണ് വീടിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ആവശ്യത്തിന് മാത്രമുള്ള സ്പോട്ട് ലൈറ്റുകളും LED ലൈറ്റുകളും ഒക്കെ ഫിറ്റ് ചെയ്ത് മനോഹരമായിട്ടാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ഒരു ഗ്ലാസിന്റെ വർക്ക് നിങ്ങൾക്ക് കാണാം. അതിനുള്ളിലൂടെ അകത്തിട്ടിരിക്കുന്ന ഷാൻലിയർ ഒക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനോഹരമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. വീടിന്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. നല്ലൊരു ഡിസൈനിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമുക്ക് നേരെ വീടിനകത്തേക്ക് കയറാം. മെയിൻ ഗേറ്റ് തുറന്ന് നേരെ നമ്മൾ വീടിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് മുറ്റം കംപ്ലീറ്റ് ആയിട്ട് കടപ്പ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലൊക്കെ ഗ്രാസ് ആണ് ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ വരുന്നത് നമ്മളുടെ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാവുന്ന സ്പേസിലേക്കാണ്. കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. ഈ വെഹിക്കിൾസിനാണെങ്കിൽ ചാർജിംഗ് പോയിന്റ് കിട്ടുന്നുണ്ട്. വീട്ടിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് പ്ലാൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. നമ്മുടെ 3 കാറുകൾ നല്ല സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്ട്രെയിറ്റ് നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർ പാർക്കിങ്ങിന്റെ ഭാഗത്തൂടെ നടന്നു പോകുന്ന സമയത്ത് ആ ഒരു എൻഡ് പോർഷനിലായിട്ട് ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിന്റെ 2 സൈഡിലും ബാക്കിലൊക്കെ നോക്കിയാൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇവിടെയായിട്ട് ബാക്കിയുള്ള സ്റ്റോൺസ് നോക്കാനും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കിണർ നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. തൊട്ടടുത്തായിട്ട് വർക്ക് ഏരിയ കാണാം. വർക്ക് ഏരിയയുടെ ഡോറ് നോക്കിയാലും വളരെ ഭംഗിയായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കിണർ കണ്ടു. വെള്ളത്തിനായിട്ടുള്ള മറ്റൊരു സോഴ്സ് വരുന്നത് KWയുടെ വാട്ടറും കൂടിയാണ്. ഒന്നാമത്തെ കാർ പോർച്ചിന്റെ സൈഡിലൂടെ നമ്മൾ പോകുമ്പോഴും ഇവിടെയൊക്കെ കാണാം നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗം വന്ന് എൻഡ് ചെയ്യുന്നത് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് ഡോറിന്റെ സൈഡിലായിട്ടാണ്. നല്ല വൈഡ് സ്പേസ് ആണ് ഇവിടെയൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഭംഗിയായിട്ടുള്ള ഒരു പ്ലെയിൻ ഷെയ്ഡ് വരുന്ന പില്ലറാണ് ഇവിടെ കിട്ടുന്നത്. താഴെയൊക്കെ നോക്കിയാൽ കാണാം ഗ്രേ കളറിലാണ് ഇവിടെ ഒരു ഗ്രാനൈറ്റ് എല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. 2 ചെയറുകൾക്കൊക്കെ പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോറിൽ കാണുന്നതാണ് 2 പീസിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ തേക്കിലും ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 പാളിയുടെ ഈ ഒരു ഡോർ വന്നിട്ട് വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് റൂഫിലേക്ക് നോക്കിക്കോളൂ. സിറ്റ് ഔട്ടിന്റെ റൂഫ് നോക്കിയാൽ ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് നേരെ ഡോർ തുറന്ന് അകത്തേക്ക് പോവാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. വലിയൊരു ലിവിംഗ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 13 അടി നീളവും 10 അടി വീതിയുമാണ് കിട്ടുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ നീളത്തിലുള്ള ടൈലാണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വരുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന വലിയൊരു വോള് നോക്കിക്കോളൂ. ഈ ഒരു ലിവിംഗ് സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രൈറ്റ് കാണുന്ന വോള് നല്ല ഭംഗിയൊരു ഡിസൈനിൽ ബ്ലൂ കളർ പാനലിംഗ് വർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
ടോപ്പ് റൂഫിൽ ഇട്ടിരിക്കുന്ന ആ ഒരു ഷാൻലിയർ നോക്കിക്കോളും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷാൻലിയർ ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ പാനലിംഗ് വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ആ ഒരു വോള് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ഇട്ടിട്ടാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ആ ഒരു ഗ്ലാസ് ഇട്ട പോർഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു വോളിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഒരുപാട് ഓപ്പണിങ്സ് കിട്ടുന്നുണ്ട്. ചെറിയ ഷെൽഫുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കിട്ടുന്നത്. സാധാരണ കാണാത്ത ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. വൈറ്റ് ആൻഡ് ഗ്രേ കളറിൽ വലിയൊരു ഏരിയ തന്നെ TV യൂണിറ്റിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഷെൽഫുകൾ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. അതുകൂടാതെ താഴെയൊക്കെ ആയിട്ട് കബോർഡുകളായിട്ട് തിരിച്ച് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ ഒരു ഭാഗം മാത്രം ചെറിയ രീതിയിൽ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. സ്റ്റേറ്റ് വരുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാൻ പറ്റുന്നുണ്ട്. ഭംഗിയായിട്ടാണ് സ്റ്റെപ്പുകളുടെ എല്ലാം ഓരോ ടൈലുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് നോക്കിയാലും വളരെ മനോഹരമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 8 അല്ലെങ്കിൽ 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നുണ്ട്. 14 അടി നീളവും 10 അടി വീതിയുമാണ് ഡൈനിങ് ഹാളിൽ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ചെറിയ LED സ്ട്രിപ്പുകൾ, ബൾബുകൾ, ഫാൻ ഫിറ്റിംഗ് എല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ഒരു വലിയ ഗ്ലാസ് ഇട്ട് ഒരു ഇത് കൊടുത്തിരിക്കുന്നത്, ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് കാണാം. മുകളിലുള്ള 2 പോർഷൻസ് നമുക്കത് ക്ലോസ് ചെയ്തിട്ട് താഴെ വന്നിരിക്കുന്ന ഭാഗം ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ടഫിന്റെ ഗ്ലാസ് ഇട്ടാണ് ഈ കാണുന്ന ഒരു പോർഷൻ കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കിനി കാണേണ്ടത് വാഷ് ഏരിയ ആണ്. സ്റ്റെയർ കേസിന്റെ താഴെയായിട്ട് നല്ല ഭംഗിയുള്ളൊരു രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിൽ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷൻ എക്കോർഡിന്റെയാണ് വാഷ് ബേസിന് കൊടുത്തിരിക്കുന്നത്. താഴെയുള്ള ഭാഗത്തൊക്കെ കബോർഡുകളായിട്ട് തിരിച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ലിവിംഗ് സ്പേസിൽ നിന്നും ഡൈനിങ്ങിലേക്ക് എൻ്റർ ചെയ്തത്. ഇവിടെയായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഇതുപോലെ ഒറ്റപ്പാളിയിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 12 അടി വീതിയുമാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും അവിടെ ബാക്കിയുള്ള 3 വിൻഡോസുമാണ് ചെയ്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പെയിന്റുകളുടെ കളർ കോമ്പിനേഷൻസ് ആണ് എടുത്തു പറയേണ്ടത്. വളരെ ഭംഗിയായിട്ടാണ് എല്ലാ പെയിന്റുകളും ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. ഭംഗിയായ കളർ കോമ്പിനേഷൻ ആണ് അതിനും കൊടുത്തിരിക്കുന്നത്. അതിന് ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കിയാൽ കാണാം ഡ്രോസ് വരുന്നുണ്ട്. ഷെൽഫ് ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പാനലിംഗ് വർക്കുകളും ഫാൻ ഫിറ്റിംഗും ചെറിയ LED ബൾബുകളും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയൊരു മിറർ ഉണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലും ഷെൽഫുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ ഡ്രോസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ജെറയിലാണ് ഫിറ്റിംഗ്സ് വരുന്നത്. നമുക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വലിയ ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടുത്തെ ഡൈനിങ് ഹാളിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷനിലൊക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. താഴെയുള്ള പോർഷനൊക്കെ വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ എൻട്രൻസിൽ തന്നെ ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എൻട്രൻസ് നോക്കിയാൽ വലിയൊരു എൻട്രൻസ് തന്നെയാണ് കിട്ടുന്നത്. ചെറിയ LED ബൾബുകളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് വാസ്തുപരമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. കിച്ചന്റെ ആ ഒരു സ്ലാബുകളൊക്കെ നോക്കുവാണെങ്കിൽ കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയർ കിട്ടുന്നുണ്ട്. അവിടെ വരുന്ന ഗ്യാപ്പുകളിലൊക്കെ നോക്കിയാൽ കാണാം LED സ്ട്രിപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. താഴെയും നമുക്കൊരു ലെയറിലാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. 3 വിൻഡോസ് സ്ട്രേറ്റ് വരുമ്പോൾ നമുക്ക് കാണാം. റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയുള്ള പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ചെറിയൊരു കുട്ടി ഫാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന സറൗണ്ടിങ് ഏരിയാസിലൊക്കെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 3 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിച്ചണകത്ത് നമുക്ക് കിട്ടുന്നത്. കിച്ചന്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു ചെറിയ ഡോറ് കാണാം. അത് തുറന്നിട്ട് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയയിൽ നോക്കുവാണെങ്കിൽ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഭംഗിയായിട്ട് വൈറ്റ് കളർ ടൈലും ഫ്ലോറിൽ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലും ആണ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും ഇവിടെ വരുന്നുണ്ട്. കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ്. അതിന് താഴെയൊക്കെ ആണെങ്കിലും
കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഇതുപോലൊരു ചെറിയ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതുപോലുള്ള ഡോറുകളാണ് സേഫ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വർക്ക് ഏരിയയ്ക്കൊന്നും ഇങ്ങനത്തെ ഡോറുകൾ നമ്മൾ കൊടുത്ത് കണ്ടിട്ടില്ല. ഭംഗിയായിട്ടാണ് ഈ ഒരു ഡോറും ഇവിടെ രണ്ട് സൈഡിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 10 അടി നീളവും 9 അടി വീതിയുമാണ് വരുന്നത്. ഈ കാണുന്ന വോളില് രണ്ട് സിംഗിൾ വിൻഡോസും ഇവിടെയാണ് ബാക്കിയുള്ള ഒരുപാട് വിൻഡോസ് ചെറുതും വലുതും ഒക്കെ ആയിട്ട് ധാരാളം വിൻഡോസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിളിന്റെ വലിയൊരു മിറർ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബുകൾ വരുന്നത്. സ്ലൈഡ് ചെയ്യാവുന്ന മെത്തേഡിലാണ് വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിന്റെ ആ സ്പേസ് പോകാത്ത രീതിയിൽ പുറത്തേക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ്. ലൈറ്റ് ഫിറ്റിങ്ങുകളും ഫാൻ ഫിറ്റിങ്ങുകളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ്. നമുക്ക് ഇവിടെ വർക്ക് കഴിഞ്ഞതിനെ കുറിച്ച് പെയിന്റിന്റെ ബക്കറ്റ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിലെ ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വന്ന ഭാഗത്ത് ഇവിടെ നല്ലൊരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ വളരെ നല്ലൊരു മോഡലിലാണ് ആ ഒരു ഷാൻലിയർ അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഹാള് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു എൽ ഷേപ്പിലായിട്ടാണ് ഇവിടുത്തെ ഈ ഒരു ഹാള് വരുന്നത്. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റൈൽസ് ഒക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. ലിവിംഗ് സ്പേസിന്റെ ആ ഒരു റൂഫും ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മൾ ആ ഒരു വലിയ ഷാൻലിയർ കണ്ടത്. കുറച്ചുകൂടി നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അത് അടുത്ത ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വന്ന് ഇവിടെ നിൽക്കുന്നത് വരെ നിങ്ങൾ റൂഫിൽ നോക്കിക്കോളൂ. കംപ്ലീറ്റ് റൂഫിൽ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമാണ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഹാളിന്റെ ഈ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ റൂഫില് പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ആദ്യം വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് വരുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഡോർ ആണ്. യൂട്ടിലിറ്റി ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. മൊറോക്കൻ രീതിയിലുള്ള ഒരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു ഡോറും വരുന്നുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് സേഫ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ഇവിടെയാണ് പവർ പോയിന്റും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വലിയൊരു കബോർഡ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ സാധനങ്ങൾ ഇവിടെയും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിനി ബെഡ്റൂം ആണ് കാണേണ്ടത്. ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുവാണെങ്കിൽ ഇതുപോലൊരു വർക്ക് സ്റ്റേഷൻ ടേബിൾ കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ നമുക്കൊരു ഡ്രോയിങ് കിട്ടുന്നുണ്ട്. ഇവിടെ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാൻ, കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ ആയിട്ട് നല്ല സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ 2 ബെഡ്റൂമുകൾ ഉണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 12 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂമിന് കിട്ടുന്നത്. ഇവിടെയായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ സിമ്പിൾ ആയിട്ടുള്ള പാനലിംഗ് വർക്കുകളും ഫാൻ ഫിറ്റിങ്ങും ലൈറ്റ് ഫിറ്റിങ്ങും ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. മിറർ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ലൈറ്റ് ഷെയ്ഡിൽ ലാമിനേഷനോട് കൂടിയിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിൽ നല്ലൊരു ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. 4ാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഒരു വോൾ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് കിട്ടിയിട്ടാണ് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 12 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് 3 വിൻഡോസും ഈ ഒരു സൈഡിലായിട്ടാണ് ബാക്കിയുള്ള 3 വിൻഡോസും വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. മിറർ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലും സിമ്പിൾ ആയിട്ടുള്ള പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗും എല്ലാ റൂമുകളിലും തന്നെ ഇവിടെ ഫാൻ ഫിറ്റിംഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് ഗ്രേ ആൻഡ് ലൈറ്റ് ഗ്രേ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ബാത്റൂം ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇൻഫോ പാർക്കിൽ നിന്നും വെറും 7.8 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്നും 600 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസ് ആണ്. മെട്രോ സ്റ്റേഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് ഈസി ആയിട്ട് എത്താവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 2300 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. പാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള
4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. 5 സെന്റ് ഓഫ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നമുക്ക് 2 ബാത്റൂമുകളിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്, പൈപ്പ് വെള്ളമുണ്ട്. വീടിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് റോഡ് ഫേസ് ആയിട്ടാണ് ഇരിക്കുന്നത്. 5 മീറ്റർ വൈഡ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയൊക്കെ സൗകര്യങ്ങൾ പോലെ നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാനായിട്ട്. ഇതിന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 1,25,00,000 1.25 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങളത് നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടല്ലോ? എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നിങ്ങളുടെ ഒരു വീട് സെയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ വന്ന് വീഡിയോ കവർ ചെയ്ത് ഇതുപോലെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ വീട് വിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ ചെയ്തു തരുവാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.